നമുക്കിന്ന് ചെമ്മീൻ പുലാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. അതിനുവേണ്ടി ഞാൻ ബസുമതി റൈസ് 2 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇത് വെള്ളത്തിലിട്ട് അരമണിക്കൂർ നേരം വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് അതിനാവശ്യമായ സാധനം തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിച്ചപ്പും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. കുറച്ച് വെള്ളമൊഴിച്ച് വേണം അടിച്ചു കൊടുക്കാൻ. ഇനി കുറച്ച് ചെമ്മീനെടുത്ത് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മൾ നേരത്തെ അരച്ച് വെച്ചത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയും വേണം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു കുക്കർ എടുത്ത് അതിലോട്ട് കുറച്ച് എണ്ണയും കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലോട്ട് സ്റ്റാർ, പട്ട, കുരുമുളക്, പട്ടയില ഇതെല്ലാം ഇട്ട് കൊടുക്കണം. അതിലോട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ച സവോളയും ഇടണം. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കളർ മാറിയതിന് ശേഷം തക്കാളിയും ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് വീണ്ടും നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലോട്ട് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കാശ്മീരി മുളക് പൊടി 1 സ്പൂണും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചെമ്മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് ഇളക്കി കുറച്ച് വെള്ളമൊഴിച്ച് തിളപ്പിച്ചെടുക്കണം. വെള്ളമെല്ലാം കുറച്ച് വറ്റിയതിന് ശേഷം അരിക്കാവശ്യമായ വെള്ളം വീണ്ടും ഒഴിച്ച് അതിലോട്ട് അരി ഇട്ട് കൊടുക്കാവുന്നതാണ്. അരി ഇട്ടതിന് ശേഷം എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുക്കർ 3 വിസിൽ വരുന്ന വരെ മൂടി വെക്കാം. അങ്ങനെ നമ്മുടെ ഈസി ചെമ്മീൻ പുലാവ് റെഡിയായി കിട്ടി. ഇത് കുക്കർ തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ചോറും കറിയും ഉണ്ടാക്കുന്നതിന് പകരം ഇങ്ങനെ ഒന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ലൈക്കും ഷെയറും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.